അറിഞ്ഞോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഉണ്ടായി. നീ പറഞ്ഞ സത്യമാണോ? അവന്മാരൊക്കെ ഇപ്പൊ എവിടെയുണ്ട്? ക്ലബില്. നമ്മളെ സംവിധായകനം ഓനിപ്പോ ഏതെങ്കിലും ചാനലിൽ ഇന്റർവ്യൂ. അയ്യോ, നിന്റെ ഒരു കിടലും ഫോട്ടോ ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോ എനിക്ക് അപ്പൊ തന്നെ നൊസ്റ്റ അടിച്ച് ഞാൻ അപ്പൊ ഫേസ്ബുക്കിൽ അങ്ങ് ഇട്ട്. ഏത് ഫോട്ടോ? നീ കാണ, നീ അത് എടുത്തു നോക്ക്. നീ നൊസ്റ്റ അടിച്ച് ചാവും. ഇപ്പൊ തന്നെ 10-700 ലൈക്കും 52 ഷെയറും ഒക്കെ പോയിട്ടുണ്ട്. നമ്മുടെ പിള്ളേരെയൊക്കെ ടാഗ് ആയിട്ടുണ്ട് കേട്ടോ. ചമ്മാതെ ഇവനെ കൊണ്ട് പിഞ്ചു കുഞ്ഞാണല്ലേ. എവിടെയോ കണ്ട് മറന്ന ഒരു മുഖച്ച. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. ഇത് തന്നെയാ മുഖം. ഒരു മാറ്റിലോട്ടോ അവന്. അവന്റെ നോട്ടം കണ്ട? ആ നോട്ടം സൂക്ഷിക്കണം. അവൻ ഫെവിക്കോളിനും പശ അടിക്കുന്നവനാ. ഏത് ക്ലാസ്സിലാ മോനെ പഠിക്കുന്നേ? നയൻത്തില്. അന്ന് ഞാൻ കുറച്ച് പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു. എന്നാ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. തുടങ്ങാം. പൊളിക്കണം നമുക്ക്. പൊളിക്കില്ലേ? ഇന്ത്യൻ, മലയാളി, പുരുഷൻ, 1950 ശേഷം മരണം, 7 രാഷ്ട്രീയം, കല, സാഹിത്യം, ആശ്വാസമായി. രാഷ്ട്രീയം, 9 സാഹിത്യം, 10 ചിത്രകല, ശില്പകല. എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല ഇല്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്റെ തിരുനാക്ക് വിളച്ചൊന്ന് പറയടാ. ഉപകരണ സംഗീതം, ഇതൊരു നടക്ക് പോണ മാതിരില്ല. വെറുതെ ഇറങ്ങി തിരിക്കും മനുഷ്യന്മാരുടെ മനസ്സമാനങ്ങളായിട്ട്. നൃത്തരൂപങ്ങളിലൊന്ന്. ഇതുവരെ തീർന്നില്ലേ? അദ്ദേഹത്തിന്റെ പേരിന്റെ ഏതെങ്കിലും ഭാഗം യുവിൽ ആരംഭിക്കുന്നുണ്ടോ? അതെ. രണ്ടാമത്തെ ഭാഗം എസിലാണോ ആരംഭിക്കുന്നത്? അതെ. എന്റെ ദൈവമേ, ഇതെങ്ങനെ മനസ്സിലായി? ഇന്ത്യ കണ്ട മഹാനായ നർത്തകൻ ഉദയശങ്കർജിയാണോ? പഠിപ്പിക്കണം. രാഷ്ട്രീയത്തിൽ ഇറക്കിയ പോലെ